ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനായിട്ട് ഞാൻ വലിയൊരു ബീട്രൂട്ട് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരക്കപ്പ് തേങ്ങയും 3 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 വെളുത്തുള്ളി 1 ചുവന്നുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് പൾസ് ചെയ്ത് എടുക്കണം. തീരെ തേങ്ങയും ഒന്നും അരഞ്ഞു പോകാതെ ഇതുപോലെ പൾസ് ചെയ്ത് എടുത്തിട്ട് നമുക്കത് ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇങ്ങനെ നന്നായി തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്കിത് 2-3 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് തോരൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ആദ്യം പൊട്ടിക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ അതിലേക്കിട്ട് പൊട്ടിച്ചു കൊടുക്കാം. 2 ഉണക്കമുളകും കൂടെ പൊട്ടിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ചുവന്നുള്ളി 3-4 ചുവന്നുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് നമുക്ക് നന്നായിട്ട് ആ ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു വലിയൊരു സവാളയുടെ പകുതി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സവാള കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ആ ഉള്ളിയുടെ കൂട്ടിലേക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ കൂട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ എണ്ണയിൽ കിടന്ന് ബീട്രൂട്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ച ശേഷം മൂടി വെച്ച് 2-3 മിനിറ്റ് നേരം വേവിക്കാം. അതിനുശേഷം തുറന്ന് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്, എന്നാലും അല്പം നേരം കൂടെ വേവിക്കണം. അതിനായിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കെല്ലാം തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ലൊരു ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ ബീട്രൂട്ട് തോരൻ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.